കാറ് കിടക്കുന്നുണ്ടോ? ഇപ്പോൾ അതാ വരുന്ന അതിൻ്റെ അവിടെ നിന്നാണ് ആക്സിഡൻ്റ് ആയത്. പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അല്ലാതെ മറ്റേ ബസ് അവിടെ കൊണ്ടേ നിർത്തിയതാ. ആക്സിഡൻ്റ് ആയി കഴിഞ്ഞിട്ട് കൊണ്ട് നിർത്തിയതാണ്. ഇതാ ഈ കടയുടെ മുമ്പിലാണ് ആക്സിഡൻ്റ് ആയത്. ഇതാ കാർ വാഷിംഗ് സെൻ്റർ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് കണ്ടോ, ഇതാ പമ്പ്. ഇത് വെച്ചോണ്ടോ, ഇതിൻ്റെ നേരെ കണ്ട ഒരു പാട്, അതാന്നാ പറയുന്നത്. ഇവിടെ ഈ പാട് കിടക്കുന്ന സ്ഥലമാണെന്നാ പറയുന്നത്. ഇപ്പോൾ ഗാലക്സി ഉണ്ട് ഇവിടെ, ഗാലക്സിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ഗാലക്സി തുറന്നു കഴിഞ്ഞിട്ടേ, ഞാൻ രാവിലെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഗാലക്സി തുറക്കട്ടെ, ഇവിടെ CCTV ഉണ്ടാവും. പിന്നെ അവിടെയുണ്ട് CCTV, അത് നമ്മളെ ചങ്ങായിൻ്റെ തന്നെയാണ്. അത് ചോദിച്ചാൽ കിട്ടും. ഈ കാണുന്ന രക്തമാണെന്ന് എനിക്ക് സംശയമുണ്ട് എങ്ങനെയത് പറയാൻ. ഈ കടയുടെ മുമ്പിലാണ് ആക്സിഡൻറ്റ് നടന്നതെന്ന് പറഞ്ഞത്. വേറെ ഒരു കട കൂടെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ്, അവൻ്റെ ആ പെയിൻറ്റ് പീടിയല്ലേ, അവിടെ ഒന്ന് പോയി ചോദിച്ചോട്ടെ. ചോദിച്ചിട്ട് ഞാൻ വിളിക്കാം. ഈ മസ്ജിദ് കണ്ടോ, ഇവിടെ ഒന്നും ഇത് CCTV ഇല്ല. മറ്റേത് കേടാന്ന് CCTV ആരുടെ മറ്റേ മുമ്പേ കണ്ടില്ലേ, ഇതാ ഷവർമ സെൻറ്റർ. ഇവിടെ ഒന്നും CCTV കാണുന്നില്ല, ഒരെണ്ണം പോലും ഇല്ല. ഇനിയുള്ളത് ആകെ ഓപ്പോസിറ്റുള്ള പെട്രോൾ പമ്പിൽ കിട്ടിയാലായി. ഇല്ലേ പെട്രോൾ പമ്പിലുണ്ടാവും എന്നാണ് പറയണത് CCTV. പോലീസ് കളക്ട് ചെയ്ത് കാണുമായിരിക്കും. ഇവിടെ ഒരു CCTV ഉണ്ട്, പക്ഷെ അത് കേടായിരുന്നു. കുറേ നാളായി കേടായി കിടക്കാന്ന്. ഈ പമ്പിൽ കിട്ടിയാലായി. ഞാൻ അതിൽ പോയി നോക്കുന്നുണ്ട് കേട്ടോ, നോക്കട്ടേക്കാ. ഇതാ ഈ ക്യാമറയിലുള്ള വിഷ്വലാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത്. സംഭവം തന്നു, പക്ഷേ ക്ലാരിറ്റി കുറവാണ്. ഇതാ ഈ ക്യാമറ, പെട്രോൾ പമ്പിൻ്റെ സൈഡിലുള്ള ഇതാ ഈ ക്യാമറയിലുണ്ടെന്നാണ് പറഞ്ഞത്. വിഷ്വലുണ്ട്. ഈ ക്യാമറ ഉണ്ടോ, ഈ ക്യാമറയിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ സാധനം എനിക്ക് തന്നിട്ടുണ്ട് ആൾ. ഞാൻ അയച്ചു തരാം. ആക്ച്വലി കാണണോ എനിക്ക് തന്നെ പേടിയായിട്ട് ഞാനത് നോക്കിയില്ല വീഡിയോ. അവരുടനെ തന്നെ തന്നു എനിക്ക്. ചോദിക്കലും തരലും ഒന്നിച്ചായിരുന്നു. പെയിൻറ്റോടെയാണ്, ഡാനിഷ് എന്നാ പേര്. ആള് തന്നു. ഫാദറിനെ എനിക്കറിയാം, ഇയാളെ എനിക്കറിയില്ല. തന്നിട്ടുണ്ട്. കോഴിക്കോട് കോവൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രിക മരിച്ചു. കുറ്റിക്കാട്ടൂർ സ്വദേശി ജമീലയാണ് മരിച്ചത്. സലാമുണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, എപ്പോഴാണ് അപകടമുണ്ടായത്? എന്ത് സംഭവിച്ചു? ജൽസി സൈഫോ, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. കോഴിക്കോട് കോവൂരിൽ വെച്ച് സ്വകാര്യ ബസ് ഈ ബൈക്ക് യാത്രികയായിട്ടുള്ള ജമീലയുടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അങ്ങനെ ജമീല തെറിച്ചു വീഴുകയും ഈ തലയോട്ടിയിലൂടെ ബസ് കയറി ഇറങ്ങി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇവരുടെ തലയോട്ടി പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. അപ്പോൾ തന്നെ നാട്ടുകാർ ചേർന്ന് ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇവർക്ക് 60 വയസ്സായിരുന്നു. ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇവരുടെ ബൈക്കിൽ ഇടിച്ച് ഇവരെ തെറിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇവരുടെ തലയുടെ മുകളിലൂടെ ഈ ബസ് കയറുകയും അങ്ങനെ മരണം സംഭവിക്കുകയുമായിരുന്നു. സൈഫുദ്ദീൻ ജിൽസി.